ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിൽ ഇവിടെ ഒരു ജനറൽ വീക്ക്നെസ് ട്രിവാൻഡ്രത്ത് അക്കാഡമീസിലുണ്ടായിരുന്നു. ആ പെർട്ടിക്കുലർ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്കാഡമിക് ആയിട്ടുള്ള എക്സാം കോമ്പറ്റൻസിയാണ്. ഇവിടെയുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇവിടെ അന്നേരം ഉണ്ടായിരുന്ന എല്ലാ അക്കാഡമീസും തന്നെ അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകളിലായിരുന്നു. ഈവൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന അക്കാഡമീസ് തന്നെ വളരെ റയറായിരുന്നു. ഈവൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന അക്കാഡമീസിൽ ഒരു എക്സാം ഓറിയൻറ്റേഷൻ ഭീകരമായ രീതിയിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അത് ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇത്രയും ഒരു ആ ഗ്രോത്ത് ഇത്രയും കൂടിയിട്ടും ഒരിക്കൽ പോലും ലീഡ് ഐഎസിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നില്ല എന്നും ഇവിടെ കുട്ടികൾ പരാതി പറയാത്തത്. കാരണം അതിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ റിസോഴ്സിനെ ഭയങ്കര ഫൈനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് ആക്ച്വലി നമ്മുടെ ഒരു ഫിലോസഫിയാണ്, അതായത് ലേണിംഗ് എ കോസ്റ്റ് എന്ന് പറയും. അത് നമുക്കങ്ങനെ ഒന്നും മുറിച്ച് കൊടുക്കാൻ പറ്റില്ല. സർ മെൻറ്റർഷിപ്പ് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. കാരണം മെൻറ്റർഷിപ്പ് ക്ലാസ്സിനോട് അലൈൻഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ കുട്ടിക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. കാരണം ഇവിടുത്തെ മെൻറ്റർഷിപ്പ് മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ ക്ലാസ്സിന് പാരലാണ്. അപ്പോൾ അത് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ് കോഴ്സ്. ഓക്കെ, കാരണം ഇപ്പോൾ നമുക്കൊരു കുട്ടി ജൂണിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അറിയാം ജൂലൈ മാസത്തിൽ എത്ര പോർഷൻ തരും, ഓഗസ്റ്റിൽ എത്ര പോർഷൻ തരും. കാരണം നമ്മൾ പ്രോപ്പറായിട്ടൊരു കലണ്ടർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഡിഫറൻസ് ആണ്, ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഭയങ്കര അക്കൗണ്ടബിൾ ആക്കും അത്. കാരണം എൻ്റെ സിലബസ് ഫിനിഷ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ആ ഒരു സിനർജി ഭയങ്കര ഹെവിയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ. അതായത് മെൻറ്റേഴ്സും ഫാക്കൾട്ടീസും അഡ്മിനിസ്ട്രേറ്റേഴ്സും എല്ലാ കണ്ടന്റ് ഡെവലപ്പേഴ്സും ഇവരെല്ലാം തമ്മിൽ സിനർജി ഉണ്ട്. അത് എൻറ്റയർലി അത് കറക്റ്റ് മിക്സായി മാച്ച് ആകുമ്പോഴാണ് ആ ലേണിംഗ് എക്കോസ് എന്ന് പറയുന്നൊരു ഐഡിയ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ആവുന്നത്. So all of them should be on the same page. Exactly. That's it. അത് പറയുന്ന പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ മെൻറ്റർ ഒരു കാര്യം പറയുന്നു, ഫാക്കൽറ്റി വേറൊരു കാര്യം പറയുന്നു, മറ്റൊരാൾ മറ്റൊരു കാര്യം പറയുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നടക്കില്ല. ഇവരെല്ലാവരും ഈക്വലി അലൈൻഡ് ആണ്. അപ്പോൾ എല്ലാത്തിനും മുകളിൽ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് മുകളിൽ ആരുമില്ല. ആ സിസ്റ്റത്തിന് ഒബേ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay. So finally you are giving the credit to the system. എക്സാക്ട്ലി, സിസ്റ്റമാണ് ക്രെഡിറ്റ്, സിസ്റ്റത്തിലാണ് ക്രെഡിറ്റ്. Hello all, welcome to LeadPod. കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിനേഷൻ റിസൾട്ട് പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ഒരു അക്കാഡമിക്ക്, ഒരു സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നാഷണൽ ലെവലിൽ തന്നെ ടോപ്പേഴ്സിൻ്റെ വിജയത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. നമ്മുടെ കേരളം ഇപ്പോൾ നോളജ് എക്കോണമിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കേരളത്തിലെ ഒരു അക്കാഡമിക്ക് നാഷണൽ ലെവലിൽ തന്നെ ഒരു അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് സക്സസ്. So I'm talking about Lead IAS Academy from Trivandrum, and today we have the co-founder and academic director of Lead IAS Academy, Mr. Sharath S. with us. എന്താണ് ലീഡ് IAS അക്കാഡമിയുടെ ഈ ഒരു അച്ചീവ്മെൻറ്റിന് പിന്നിലുള്ള സീക്രട്ട് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് സർ. ഹലോ, വെൽക്കം ടു LeadPod. സർ, വളരെ ചെറിയ കാലം കൊണ്ട് ഒരുപാട് ആസ്പിറൻസിനെ UPSCയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ ലീഡ് IASന് സാധിച്ചിട്ടുണ്ട്. വെൻ യു ലുക്ക് അറ്റ് യുവർ സെൽഫ് വൺസ് യു ആർ ആൻ ആസ്പിറൻറ്റ്, ഓക്കെ, അതിനുശേഷം ഒരു എക്സാം എക്സ്പേർട്ട് ആവുന്നു, ഫാക്കൽറ്റി ആവുന്നു, ദെൻ ഫൈനലി യു ഇവോൾവ് ടു ബിക്കം അക്കാഡമിക് ഡയറക്ടർ ഓഫ് ദിസ് അക്കാഡമി. സോ വെൻ യു ലുക്ക് ബാക്ക്, ഒരു ആസ്പിറൻ്റ് എന്ന നിലയിൽ അന്ന് ആരും ഐഡൻറ്റിഫൈ ചെയ്യാതിരുന്ന, അന്ന് പലരും മിസ് ഔട്ടായിപ്പോയ, അല്ലെങ്കിൽ അന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരുപാട് ചാലഞ്ചസ് ഇന്ന് യുവർ ബ്രെയിൻ ചൈൽഡ് ലീഡ് IAS അക്കാഡമിക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒറ്റ വേർഡിലുള്ള ഉത്തരവാണെന്നുണ്ടെങ്കിൽ അത് ആണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2017 ഞാൻ ആക്ച്വലി എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം അത്ര ഒരു ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു സിവിൽ സർവീസ് ഹബ്ബായി മാറിയിട്ടില്ല. ഓക്കെ, അതിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റേജിലാണല്ലോ എന്ന് പറയാം. അതായത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാരും ഒരു 21-22 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സിലേക്ക് ആയിരിക്കും ഈ ഒരു പ്രിപ്പറേഷൻ ഫേസിലേക്ക് വരുന്നുണ്ടായിരിക്കും. ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഏജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ ആ പ്രായത്തിലുണ്ടായിരിക്കും. കാരണം ഒരു കരിയർ സെറ്റ് ചെയ്യണം, നമ്മളൊന്നും പ്രോപ്പറായിട്ട് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം ബേർഡൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത് മാത്രമല്ല, മെജോറിറ്റി ഒക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടായിരിക്കും, പ്രഷർ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ലംസം എമൗണ്ട് അവർ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കണം. അത് മാത്രമല്ല, ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ ഏറ്റവും ക്രിട്ടിക്കലായ, ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു എക്സാക്ട്ലി ഒരു പ്രൈം ഏജ് നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വാല്യൂ ചെയ്യുക എന്നുള്ളത് ഒരു അക്കാഡമി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമും അതുപോലെ തന്നെ റിസോഴ്സിനും വാല്യൂ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനെപ്പോഴും നമ്മുടെ സർക്കിളുകൾക്ക് ഇപ്പോൾ അൻഡുമാണെങ്കിലും അജുവനാണെങ്കിലും നമ്മളെപ്പോഴും പറയായിരുന്നു, ഓക്കെ, നമ്മളൊരു അക്കാഡമി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഈ ഒരു അതിനെ വാല്യൂ കൊടുക്കുന്ന സാധനം ഉണ്ടായിരുന്നു. എപ്പോഴും സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ
എന്താ പറയുക ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു അറ്റൻഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള റിസോഴ്സ് കിട്ടും. പക്ഷേ അതൊരു 1% ആയിരിക്കും. ബാക്കി 99% ആൾക്കാരും മാർജിനലൈസ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരുപക്ഷെ ഭയങ്കര റിസൾട്ട് ഓറിയൻറ്റായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം എപ്പോഴും ആ എലൈറ്റ് ഗ്രൂപ്പ് അക്കാഡമിക് എലൈറ്റായ ആൾക്കാരിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ റിസൾട്ട് വരും. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു അക്കാഡമി ആണെന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ലീഡേഴ്സ് തുടങ്ങിയ സമയത്തും ആ ഒരു ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഒരുപാട് ചെറിയ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ലീഡേഴ്സ് തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കുട്ടികൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ടൈമും അതുപോലെ തന്നെ അവർ സ്പെൻഡ് ചെയ്യുന്ന റിസോഴ്സിനും ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ തിരിച്ചു കൊടുക്കണമെന്ന് എക്സാക്ട്ലി ആസ് എ ഫൗണ്ടർ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു ആസ്പിരൻറ്റിൽ നിന്ന് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സമയത്ത് അത് കോംപ്രമൈസ് ചെയ്തതെന്നാണ് എപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് നോക്കുമായിരുന്നെങ്കിൽ, കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം ട്രിവാൻഡ്രത്ത് മാത്രം നോക്കുവാണെങ്കിൽ അറൗണ്ട് ഒരു 40 സിവിൽ സർവീസ് അക്കാഡമീസ് പുതുതായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അതിൽ കുറച്ച് പേര് എക്സിസ്റ്റ് ചെയ്യുന്നു, കുറച്ച് പേര് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നു, അങ്ങനെ മറ്റു പലരും വിതേഡവേ. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിറ്റീവ് ഇതിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലീഡ് IAS ഈവൻ ദോ ഇറ്റ്സ് സോ യങ്, 5 വർഷം ആയിട്ടേ ഉള്ളൂ, ആൻഡ് ഈവൻ വെൻ ഇറ്റ് ഈസ് ലെഡ് ബൈ യങ് പീപ്പിൾ, എങ്ങനെയാണ് ഇതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയത്? വാട്ട് ആക്ച്വലി ഡ്രൈവ്സ് യു? അത് ആക്ച്വലി ഭയങ്കര അത് എന്താ പറയുക, കുറച്ച് ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ് ശരിക്കും പറയാച്ചാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 നമ്മൾ ലീഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും ഒരുപാട് അക്കാഡമീസ് ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു പുതിയ അക്കാഡമി ട്രിവാൻഡ്രത്ത് തുടങ്ങുകയെന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ആർക്കും ഉണ്ടാകുന്നൊരു കാര്യമില്ല. ഇറ്റ്സ് വെരി യൂഷ്വൽ. ഓക്കെ, ഭയങ്കര യൂഷ്വലായിട്ട് തുടങ്ങുന്നു, അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ അവർ ഒഴിവായി പോകുന്നു, സെയിം മെക്കാനിസം. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഓക്കെ എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്? പക്ഷെ അവിടെ നമുക്ക് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ഉത്തരം നമുക്കുണ്ടായിരുന്നു. കാരണം ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിൽ ഇവിടെ ഒരു ജനറൽ വീക്ക്നെസ് ട്രിവാൻഡ്രത്ത് അക്കാഡമീസിലുണ്ടായിരുന്നു. ആ പെർട്ടിക്കുലർ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്കാഡമിക്കായിട്ടുള്ള എക്സാം കോമ്പറ്റൻസിയാണ്. ഇവിടെയുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇവിടെ അന്നേരം ഉണ്ടായിരുന്ന എല്ലാ അക്കാഡമീസും തന്നെ അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ്സുകളായിരുന്നു. ഈവൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന അക്കാഡമീസ് തന്നെ വളരെ റയറായിരുന്നു. ഈവൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന അക്കാഡമീസിൽ ഒരു എക്സാം ഓറിയൻറ്റേഷൻ ഭീകരമായ രീതിയിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അത് ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എപ്പോഴും കുറച്ച് എലൈറ്റായ കുട്ടികളെ ശ്രദ്ധിക്കുന്നു, അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അവരെ ശ്രദ്ധ കിട്ടുന്നില്ല. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ലൂപ്പ് ഹോൾസ് നന്നായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് എന്ത് കാണുന്ന ഈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫൈൻ. അപ്പം ഈ നോൺ ഡിസ്ക്രിമിനേറ്ററി ആവുക, ഇൻക്ലൂസീവ് ആകുക എന്ന് പറയുന്ന ഫാക്ടേഴ്സാണ് ഒരു അക്കാഡമിയെ ശരിക്കും ഡ്രൈവ് ചെയ്യേണ്ടതെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത്. ബട്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ വെൻ എൻ അക്കാഡമി ഗ്രോസ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുന്നു, അപ്പം ലീഡിനെ സംബന്ധിച്ച് എല്ലാവരുടെയും അടുത്തേക്ക് ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊണ്ടെത്തുക, അല്ലെങ്കിൽ എല്ലാവരെയും ഇൻക്ലൂസീവായി കൺസിഡർ ചെയ്യുക, ആൻഡ് ഓൺ ഓൾ ലെവൽസ്, എല്ലാ ലെയറും നോക്കണമല്ലോ. മെൻറ്റേഴ്സ് കൺസിഡർ ചെയ്യണം, ഫാക്കൽറ്റി നോക്കണം, അഡ്മിൻ നോക്കണം. അപ്പം അത് ഭയങ്കര എക്സോസ്റ്റീവ് അല്ലേ, ലൈക്ക് ലോട്ട് ഓഫ് എഫേർട്ട്, ലോട്ട് ഓഫ് ടൈം. അപ്പോൾ അത് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് ഹൗ ഇസ് ഇറ്റ് മാനേജബിൾ? ശരിക്കും പറയുക ഞാൻ മനസ്സിലാക്കുന്നത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുള്ള ഒരു മിത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വലുതാവും തോറും ഈ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നഷ്ടപ്പെടുന്നുള്ളത് ഒരു മിത്താണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം എന്താ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വലുതാവുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസോഴ്സ് കൂടാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പണ്ട് തുടങ്ങിയ സമയത്ത് നമുക്ക് റിസോഴ്സ് ഇല്ല, നമുക്കൊരു 15 സ്റ്റുഡൻസിനെ കാറ്റർ ചെയ്യാനുള്ള റിസോഴ്സും കൂടെ അതിലില്ല. ഓക്കെ, പക്ഷേ ഇന്ന് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് വലുതായി, സ്ഥാപനം വലുതാകുമ്പോൾ റിസോഴ്സ് കൂടുകയാണ്. അപ്പോൾ ഈ റിസോഴ്സിനെ നമ്മൾ ഭയങ്കര ഫൈനായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മതി. അപ്പോൾ ആ റിസോഴ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ക്ലാസ്സിലെ മാക്സിമം ഓഫ്ലൈൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിലോ 100 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്കെല്ലാം പ്രോപ്പറായിട്ടുള്ള ഇവിടെ ഒരു സിസ്റ്റം ഓഫ് ഫാക്കൽറ്റീസ് ഉണ്ട്, അവർ ഫുൾ ടൈം അവൈലബിൾ ആണ്. അവരുടെ ഇൻഡിവിജ്വൽ സ്ലോട്ട്സ് എല്ലാം കുട്ടികൾക്ക് എല്ലാ വീക്കിലും കിട്ടിക്കൊണ്ടിരിക്കും. സോ ഭയങ്കര ആക്സസിബിൾ ആണ് ഫാക്കൽറ്റീസ്. അതുപോലെ തന്നെ അവർക്ക് മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതും എല്ലാ മന്തിലും മൺഡേറ്ററി ആയിട്ട് മെൻറ്റർ സ്റ്റുഡൻസിന് ഇൻട്രാക്ട് ചെയ്തിരിക്കണം. അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാറുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഫീഡ്ബാക്ക്സ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് റിസോഴ്സിനെ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫൈനായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇത്രയും ഒരു ആ ഗ്രോത്ത് ഇത്രയും കൂടിയിട്ടും ഒരിക്കൽ പോലും ലീഡ് IAS ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് ഇവിടെ കുട്ടികൾ പരാതി പറയാത്തത്. അതിൻ്റെ ബേസിക് സാധനം നമ്മൾ റിസോഴ്സിനെ ഭയങ്കര ഫൈനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. ലീഡിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നോക്കുവാണെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ അക്കാഡമിക്ക് ഉണ്ട്. അത്
അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഷട്ട് ഡൗൺ ആയ ഒരു സമയത്ത് പോലും ലീഡ് അതിന് ഒരു ഗ്യാപ്പ് കണ്ടെത്തി ഓൺലൈൻ റിസോഴ്സസ് അതിനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഈവൻ ആഫ്റ്റർ ദാറ്റ് ഓരോ തവണയും പുതിയ ലേണിംഗ് പെഡഗോജീസുമായിട്ട് ലീഡ് വരാൻ തുടങ്ങി. ദീസ് പ്രോബ്ലംസ് എക്സിസ്റ്റഡ് ഫോർ എ വെരി ലോങ് ടൈം. പക്ഷേ ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ആദ്യമായിട്ടായിരുന്നു നമ്മുടെ ഈ ആസ്പിറൻറ്റ് ഫ്രട്ടേണിറ്റി കണ്ടുവരുന്നത്. സോ ഈവൻ ആഫ്റ്റർ ദാറ്റ് യു ഗൈസ് കീപ്പ് ഓൺ ഇംപ്രൂവിങ് ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ത്രൂ ദിസ് കരിക്കുലം ബിൽഡിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ സൈഡ് എങ്ങനെ സ്മൂത്ത് ആക്കാം, അതല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് ലൂപ്പ്, ആ ഫീഡ്ബാക്ക് ഡ്രിവൺ ആയിരുന്നു നിങ്ങളുടെ മറ്റ് പല ഇംപ്രവൈസേഷൻസ്. സോ ഹൗ ഡു യു മാനേജ് ഓൾ ദീസ് തിങ്സ് ടുഗെദർ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും നമ്മുടെ ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് പ്രോബ്ലം സോൾവിങ്. കാരണം നമ്മൾ ലീഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2020 ഒരു ജാൻ-ഫെബ് സമയങ്ങളിലാണ് നമ്മൾ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു മാർച്ചിലൊക്കെയാണ് നമ്മളിതൊന്ന് സെറ്റായിട്ട് പ്രോഗ്രാമൊക്കെ ലോഞ്ച് ചെയ്ത്, എനിക്ക് ഓർമ്മയുണ്ട് ക്ലാസ് റൂമൊക്കെ ഫസ്റ്റ് നമ്മൾ ഹയർ ചെയ്യുന്നതൊക്കെ മാർച്ച് മന്തിലാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കായ ഒരു സംഭവം ഉണ്ടായി. ഓൾ ഓഫ് എ സഡൻ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഭയങ്കര പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോയി. കാരണം നമ്മളൊരു ക്ലാസ് റൂമൊക്കെ ഹയർ ചെയ്തു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയിലാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഭയങ്കര തുടക്കത്തിൽ തന്നെ ഒരു വളരെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഒരു ഹെവി പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നു. അത് സോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ഓൺലൈൻ മെക്കാനിസം ഇത്ര സ്ട്രോങ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കുട്ടികളെല്ലാം ഓൺലൈനിലേക്ക് ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ വിളിച്ചു കൂട്ടി, ഒരു കമ്മ്യൂണിറ്റി ഫൈറ്റേഴ്സ് ക്ലബ്. എക്സാക്ട്ലി. എന്നിട്ട് നമ്മൾ ആ ഫൈറ്റേഴ്സ് ക്ലബ് ഭയങ്കര ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിൽ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, സെഷൻസ് കൊടുക്കുക, അവരെപ്പോഴും ഒരു 2-way ഇൻട്രാക്ഷൻസ് പോസിബിൾ ആക്കുക. ആ രീതിയിലാണ് നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസംസ് നമുക്ക് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഇവിടെ ഓൾറെഡി ഒരു കോമ്പറ്റീവ് ആയിട്ടുള്ളൊരു ക്രൗഡ് ഉണ്ട്, 10-40 അക്കാഡമീസ് വരുന്നുണ്ട്. അപ്പോൾ വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പെഡഗോഗിയാണ് നമ്മൾ ഡിവൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനും അൻഡൂപ്സ് തന്നെയാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സായിട്ട് വരുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളാണ് ഇതിൽ കരിക്കുലം ഡിസൈൻ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പേഴ്സണലി ഒരു അക്കാഡമിക്കലി പറയുകയാണെങ്കിൽ നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുന്ന ആൾക്കാരല്ല, ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല. അപ്പോൾ ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ കാണാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് എക്സ്പേർട്സ് ആയിരിക്കും പൊതുവെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ലീഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ അതേസമയം നമ്മുടെ കോമ്പറ്റൻസി വെച്ച് വരുന്ന എക്സാം എക്സ്പേർട്സിനാണ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് തന്നെ ഡീൽ ചെയ്യുന്നില്ല, അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ 3 സ്റ്റേജിലും കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ആസ്പിരൻറ്റിനുള്ള ഒരു നോളജ് ലെവൽ നമുക്കുള്ളൂ. എന്നിട്ട് സബ്ജക്റ്റ് എക്സ്പേർട്ടിനുള്ള അത്രയും നമുക്ക് നോളജ് ലെവലില്ല. പക്ഷേ ആ നോളജിനെ എക്സാമിലേക്ക് യൂസ് ചെയ്യുന്നതിലാണ് നമ്മൾ കുറച്ചും കൂടി എക്സലൻസി കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ ആ എക്സാം കോമ്പറ്റൻസിയിലാണ് ഇവിടുത്തെ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര പ്രോമിനൻ്റ് ആണ് ശരിക്കും. ഇപ്പോൾ നമുക്ക് മെയിൻ സ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിൻ സ്കില്ലിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിൽ ഒരു 1/3 കൂടുതൽ ആൾക്കാർക്ക് 400+ എന്ന് പറഞ്ഞ മാജിക്കൽ നമ്പറാണ് GSL സ്കോർ കിട്ടിയിരിക്കുന്നത്. 400+ GSL സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടി റാങ്ക് ലിസ്റ്റിൽ വന്നു. ഒരാൾ പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രിലിംസ് സ്കിൽ പ്രോഗ്രാം, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രിലിംസ് ആൾക്കാർ എഴുതുന്നൊരു പ്രോഗ്രാമാണ് പ്രിലിംസ് സ്കിൽ പ്രോഗ്രാം. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാം കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്കുള്ളത്. ഇതന്നെയാണ് നമ്മുടെ പ്രൈം ബാച്ചിൽ PCM കോഴ്സിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുകൊണ്ടാണ് നമ്മുടെ പ്രൈം ബാച്ചിൽ നിന്നുള്ള പ്രിലിംസ് കൺവേർഷൻസ് ഭയങ്കര ഹയറാണ് കമ്പാരിറ്റീവ്ലി. അതുപോലെ തന്നെ അവിടെ നിന്ന് മെയിൻസ് ചെയ്യുന്ന ആൾക്കാരുടെ സ്കോർ ഭയങ്കര ഹയറാണ്. ഓക്കെ, എല്ലാവർക്കും ഒരു നിയർലി 400+ കിട്ടാറുണ്ട്. അതിൽ തന്നെ നോട്ടബിൾ ആയിട്ടുള്ള കേരള ടോപ്പ് ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഇപ്പോൾ നിവിൻ ആവട്ടെ 448 മാർക്ക്, വിഷ്ണു ആവട്ടെ 442 മാർക്ക്, ഇതൊക്കെ അതിനുള്ള ടെസ്റ്റമെൻറ്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനിടയിൽ ചോദിക്കാൻ കാരണം ഈ PCM എന്നത് മാറ്റി ഒരു പ്രൈം എന്നൊരു പേര് എന്തുകൊണ്ടാണ് ലീഡിലെ ഈ 1 ഇയർ കോഴ്സിന് കൊടുക്കുന്നത്? അതായത് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം നമ്മളൊരു നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PCM കൊടുക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഡെലിവറബിൾസ് ആർ ഡിഫറെൻറ്റ്. ഡെലിവറബിൾസ് ഡിഫറൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പ്രിലിംസ് കം മെയിൻസ് കോഴ്സ് എന്നൊരു ഐഡിയ അല്ല പോകുന്നത്. ഓക്കെ, കാരണം അതിനപ്പുറത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പൊതുവെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും പ്രിലിംസ് കം മെയിൻസ് മാച്ച് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അവിടെ യൂഷ്വലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതന്നെ ഒരു വളരെ റെയറായിട്ട് അക്കാഡമീസാണ് പ്രോപ്പർ പോർഷൻസ് കറക്റ്റ് ടൈമിൽ തീർക്കുള്ളൂ. ഓക്കെ, എക്സാക്ട് ടൈമിൽ അതിന് ഈ 1 ഇയർ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണോ അത് ഈ പ്രോപ്പർലി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്? അല്ല, അതിൽ നിന്ന് സംബന്ധിച്ച പല സമയത്തും അതിൻ്റെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂം പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ കുട്ടികൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഒരു ക്ലാസ്സിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് തോന്നിയ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു, അവർക്ക് കംഫർട്ടബിളായ ഒരു ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിലൊരു പ്രീ പ്ലാൻഡോ പ്രീസെറ്റ് ആക്ടിവിറ്റീസോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും അതിന് കംപ്ലീഷനൊക്കെ ഒരുപാട് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഈ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിന് നമുക്കൊരു സെറ്റ് ഓഫ് ടാർഗറ്റ് ഉണ്ട്. അത് നമ്മൾ ശരിക്കും പ്രീസെറ്റായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇന്ന സമയത്താണ് ഇന്ന പോർഷൻസ് തീരുക. നമുക്ക് അവർക്ക് നമ്മളതൊരു ഡോക്യുമെൻ്റെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആ ഡോക്യുമെൻ്റ് വെച്ചാണ് നമുക്ക് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ ഭയങ്കര അക്കാഡമിക് ഡിസിപ്ലിൻ ഉണ്ട്. ആ അക്കാഡമിക് ഡിസിപ്ലിൻ ശരിക്കും നമുക്ക്
മറ്റു സ്ഥലങ്ങളിൽ കാണാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അവർക്ക് വേണമെങ്കിൽ ഒരു സെൽഫ് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വരാം. ഈ ഒബ്വിയസ്ലി ഒരു അതിൻ്റെ ഒപ്പം അത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ് കോഴ്സ്. റൈറ്റ്. ഓക്കെ, കാരണം ഇപ്പോൾ നമുക്കൊരു കുട്ടി ജൂണിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അറിയാം ജൂലൈ മാസത്തിൽ എത്ര പോർഷൻ തീരും, ഓഗസ്റ്റിൽ എത്ര പോർഷൻ തീരും. കാരണം നമ്മൾ പ്രോപ്പറായിട്ടൊരു കലണ്ടർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഡിഫറൻസ് ആണ്, ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഭയങ്കര അക്കൗണ്ടബിൾ ആക്കും അത്. കാരണം എൻ്റെ സിലബസ് ഫിനിഷ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം കുട്ടിക്ക് മനസ്സിലാവും. അത് വെറുതെ ഒരു കലണ്ടർ കൊടുക്കുക മാത്രമല്ല, ഓരോ ടോപ്പിക്കിലും എന്തെല്ലാം തീരുന്നത്, അതിനുള്ള എന്തൊക്കെ PVക്ക് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ എക്സാം റിലവൻസ് എന്താണ്, ഏത് രീതിയിൽ പഠിക്കണം, അതിൽ പ്രീ ക്ലാസ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, എൻ്റെ സ്ഥലം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലാസ് ഡെലിവറി ചെയ്യുന്നതിൽ തന്നെ ഭയങ്കര ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, അത് നമുക്കൊരു അത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവും. ഓക്കെ, പ്രോപ്പറായിട്ട് നമ്മൾ പ്രഡിക്റ്റബിൾ ആയിട്ടൊരു ടൈം ടേബിളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഈ ക്ലാസ് ഡെലിവറി ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ പഠിച്ച കാര്യങ്ങൾ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് പ്രൈം ബാച്ചിന് ഇത്രയും ആൾക്കാർ ഇത്രയും സ്കോർ വരാനും പ്രിലിംസ് പാസ്സാവാനും ഈ ഒരു ഷോർട്ട് സ്പാനിൽ നമ്മൾ ഇത്രയും ഗ്രോ ചെയ്യാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കാഡമിക് കോഴ്സ് എക്സാം സ്കിൽ സെറ്റിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പോൾ എക്സാം സ്കിൽ സെറ്റിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ ആ കോഴ്സ് കൊടുക്കുമ്പോൾ അത് മറ്റു കോഴ്സിലുണ്ട്. അപ്പോൾ ഇത്രയും ഇതിപ്പോൾ ഞാൻ കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഒരു നോർമൽ PCM കോഴ്സിൽ നിന്ന് വ്യത്യാസപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സിനെ ആ പേരിട്ട് വിളിക്കാനുള്ള പ്രൈം കോഴ്സ്. ആ പേര് തന്നെ പറയുന്ന പോലെ തന്നെ കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി അപ്പർ ഹാൻഡ് ഉള്ളൊരു കോഴ്സ് എന്ന രീതിയിൽ പ്ലേസ് ചെയ്യാനാണ് നമ്മൾ ആ പേര് യൂസ് ചെയ്തിരിക്കുന്നത്, പ്രൈം കോഴ്സ്. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ കോഴ്സ് PCM എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അത്ര ഇഷ്ടമല്ല. നമ്മളത് തിരുത്താറുണ്ട്. പ്രൈം കോഴ്സ് ആണ് PCM കോഴ്സ്, പ്രൈം കോഴ്സ്. ഒരു പ്രൈം 1 ഇയർ കോഴ്സാണ് നിങ്ങൾക്ക് നമ്മൾ മുന്നിട്ട് വെക്കുന്നത്. ഈ പ്രൈമിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഐ തിങ്ക് മറ്റ് ഫ്ലാഗ്ഷിപ്പ് കോഴ്സുകളായ പ്രിലിം സ്കില്ലറിലും മെയിൻ സ്കില്ലറിലും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ സാധാരണ കൺവെൻഷനിൽ കേൾക്കുന്നത് ഒരു ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ അതിൽ ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. മേ ബി ഫീഡ്ബാക്ക് ഉണ്ടാവും, ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടാവും, ആൻഡ് തീർന്നു, അത്രേ ഉള്ളൂ. ബട്ട് ഇവിടുത്തെ പ്രിലിം സ്കില്ലർ മെയിൻ സ്കില്ലർ എന്ന് പറയുമ്പോൾ അതൊരു കോഴ്സായിട്ടാണ് പറയുന്നത്. മേ ബി ഐ തിങ്ക് ക്ലാസ്സസ് ആർ ദെയർ, മെൻറ്റർഷിപ്പ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ മറ്റ് അഡീഷണൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. സോ ഹൗ ഡിഡ് യു ആക്ച്വലി ഡിവൈസ് ദിസ്? വൈ ഇസ് ഇറ്റ് എ കോഴ്സ്? അത് ആക്ച്വലി ഒരു ഫിലോസഫിയാണ്. അത് ലേണിംഗ് എ കോസ്റ്റ് എന്ന് പറയും. അത് നമുക്കങ്ങനെ ഒന്നും മുറിച്ച് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് പല ആൾക്കാരും ഞാനത് കണ്ടിട്ടുണ്ട്, പല ആൾക്കാരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ച് കൊടുക്കും കോഴ്സുകൾ. അതെങ്ങനെയാണത് വർക്കാവുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ അതാണിപ്പോൾ ടെസ്റ്റ് സീരീസ് ആണ്. എല്ലാവരും പ്രിലിംസ് ടെസ്റ്റ് സീരീസ്, മെയിൻസ് ടെസ്റ്റ് സീരീസ്. ടെസ്റ്റ് സീരീസിൽ പറഞ്ഞ പോലെ എന്താണ്, ടെസ്റ്റ് എഴുതാം, വരാം, ഫീഡ്ബാക്ക് ഉണ്ടാവും, എനിക്ക് ഗോ ബാക്ക്, ടെസ്റ്റ് കഴിഞ്ഞു. നമ്മൾ അതിന് വരാതെ നമ്മുടെ ക്ലാസ് റൂം പ്രോഗ്രാമാണ്. കാരണം ഇപ്പോൾ ഇവിടുത്തെ മെയിൻ സ്കിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസ് റൂം പ്രോഗ്രാമാണ്. അവിടെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, എല്ലാ ദിവസവും കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, നമ്പർ ഓഫ് അവേഴ്സ് ഡെലിവർ ചെയ്യുന്നുണ്ട്, അവർക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മെൻറ്റർ ഉണ്ട്. ഓക്കെ, അവർക്ക് ഫീഡ്ബാക്കുകളുണ്ട്. ഓക്കെ, അവർക്ക് ഇപ്പോൾ ഇരുന്ന് പഠിക്കാനുള്ള റീഡിംഗ് റൂം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മെൻറ്റേഴ്സിനോടും ഫാക്കൽറ്റീസിനോടും ആക്സസ് ഉണ്ട്. അപ്പോൾ അതൊരു ക്ലാസ് റൂം പ്രോഗ്രാമാണ്. അതല്ലാണ്ട് നമ്മൾ ടെസ്റ്റ് സീരീസ് മാത്രമല്ല നടത്തുന്നത്. നമ്മളതിലൊരിക്കലും വിശ്വസിക്കാറില്ല. അപ്പോൾ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ അൻഡുവിനും എനിക്ക് നമുക്ക് കൊടുത്ത മെൻറ്റേഴ്സിനൊക്കെ കിട്ടുന്നൊരു മെസ്സേജാണ്, സർ മെൻറ്റർഷിപ്പ് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. കാരണം മെൻറ്റർഷിപ്പ് ക്ലാസ്സിനോട് അലൈൻഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ കുട്ടിക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. കാരണം ഇവിടുത്തെ മെൻറ്റർഷിപ്പ് മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ ക്ലാസ്സിന് പാരലാണ്. അപ്പോൾ ഇവിടെ ആ ഒരു സിനർജി ഭയങ്കര ഹെവിയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ. അതായത് മെൻറ്റേഴ്സും ഫാക്കൽറ്റീസും അഡ്മിനിസ്ട്രേറ്റേഴ്സും എല്ലാ കണ്ടൻറ് ഡെവലപ്പേഴ്സും ഇവരെല്ലാം തമ്മിലൊരു സിനർജി ഉണ്ട്. അത് എൻറ്റയർലി അത് കറക്റ്റ് മിക്സായി മാച്ച് ആകുമ്പോഴാണ് ആ ലേണിംഗ് എക്കോസ് എന്ന് പറയുന്നൊരു ഐഡിയ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ആവുന്നത്. സോ ഓൾ ഓഫ് ദം ഷുഡ് ബി ഓൺ ദ സെയിം പേജ്. എക്സാക്ട്ലി, ദാറ്റ്സ് ഇറ്റ്. സാർ ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് മുന്നേ പറഞ്ഞിരുന്നല്ലോ എക്സാം കോമ്പറ്റൻസിയിലാണ് കൂടുതൽ ലീഡ് IAS ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ എക്സാം കോമ്പറ്റൻസി എത്രത്തോളം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്ന ഒരാൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആസ്പിറൻസിന് അറിയാമെന്ന്. കാരണം സിവിൽ സർവീസ് എന്ന് മാത്രമല്ല മറ്റേത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും സാധാരണഗതിയിൽ ആൾക്കാർ വിചാരിക്കുക ക്ലാസ് കേൾക്കുക, മെറ്റീരിയൽ വാങ്ങുക, പഠിക്കുക, മോക്ക് ടെസ്റ്റ് എഴുതുക, ഈ ഒരു 3 കാര്യങ്ങളെ അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇതിനപ്പുറം ഇതിനൊരു കോമ്പറ്റൻസി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഓർ മേ ബി ദിസ് ഇസ് നോട്ട് ജസ്റ്റ് കോച്ചിങ്, ഇതൊരു ട്രെയിനിങ് ആണ് എന്നൊരു ഐഡിയ ആൾക്കാർക്ക് വരാൻ വളരെ ചാൻസ് കുറവാണ്. സോ വാട്ട് ഈസ് ദിസ് എക്സാം കോമ്പറ്റൻസി? അത് പറഞ്ഞ ചോദ്യം കറക്റ്റാണ്. കാരണം വെച്ചാൽ ആൾക്കാർക്ക് പൊതുവേ എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UPSC എക്സാം ഭയങ്കര കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് പറയാമല്ലോ. കാരണം കുറച്ച് വാസ്റ്റ് സിലബസ് ഉണ്ട്, അത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. പക്ഷേ വാസ്റ്റ് സിലബസ് ആണെങ്കിൽ നമുക്ക് പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ കുറേ മിത്ത് ഇതിനെ കുറിച്ചിട്ടുണ്ട്, എല്ലാം പഠിക്കണം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഡിഡക്റ്റ് ചെയ്യാൻ എക്സാം കോമ്പറ്റൻസിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എക്സാം കോമ്പറ്റൻസി എന്താണെന്ന് വെച്ചാൽ ഇതിന് 3 സ്റ്റേജ് ഉണ്ട്, പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ. ഈ 3 സ്റ്റേജിലും ഇതിൻ്റെ എൻറ്റയർ സിലബസിലും അതുപോലെ തന്നെ ഇതിൻ്റെ PYQസിലും ഉള്ള ഗ്രിപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ പൊതുവെ ആൾക്കാർ വരാറുള്ളതാണ് അതിൻ്റെ സിലബസ് മൊത്തം കവർ ചെയ്യുക എന്നുള്ളതാണ് മെജോറിറ്റി ഓഫ് ആൾക്കാരും ശ്രമിക്കാറുള്ളത്.
പക്ഷെ അതിന് പകരം പ്രിലിംസിലാണെങ്കിൽ MCQs എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ അതിന് മുകളിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കാൻ പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങൾ, ഓരോ ചോദ്യവും വരാനുള്ള കോണ്ടെക്സ്റ്റ് എന്താണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കോമ്പറ്റൻസിയാണ്. എങ്ങനെയാണ് UPSC ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രണ്ടാമതൊരു കോമ്പറ്റൻസിയാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യണം, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അതിനുള്ള മെത്തേഡ്സ് എന്താണ്, അത് മറ്റൊരു കോമ്പറ്റൻസിയാണ്. അതുപോലെ തന്നെ ഇവാലുവേറ്റർ ചിന്തിക്കുന്ന പെർസ്പെക്റ്റീവ് എന്തായിരിക്കും, എങ്ങനെ എഴുതിയാലാണ് അവർക്ക് ഇവാലുവേറ്റർ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇത്തരം ഇൻസൈറ്റ്സ് എല്ലാം കൊടുക്കുന്ന കാര്യമാണ് ശരിക്കും എക്സാം കോമ്പറ്റൻസി. അപ്പോൾ ഇതിലൊരുപാട് റിസർച്ച് ഇടേണ്ട ആവശ്യമുണ്ട്. ഇത് വെറുതെ നമുക്ക് ഒരാൾക്ക് വന്നിട്ട് ഒരു ദിവസം ഒരു സബ്ജക്റ്റ് പൊളിറ്റി നന്നായി പഠിച്ചിട്ടുണ്ട് അതങ്ങ് ഡെലിവർ ചെയ്ത് ഒരാൾക്ക് പറ്റില്ല. അയാൾക്ക് ഒബ്വിയസ്ലി ഈ പാറ്റേൺ റെക്കഗ്നിഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെല്ലാം കൂടി ഇമ്പാർട്ട് ചെയ്യുമ്പോഴാണ് എക്സാം കോമ്പറ്റൻസി വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ കാര്യത്തിൽ പൊതുവെ ആൾക്കാരുടെ ഫോക്കസ് വളരെ കുറവാണെന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനെയാണ് നമ്മൾ ജനറലി ഹാർഡ് വർക്ക് അല്ല നമുക്ക് സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത് പറയുന്നത്. ഈ സ്മാർട്ട് വർക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ എക്സാം കോമ്പറ്റൻസി. ഒറ്റ വേർഡുള്ള സാധനം അതാണ് സ്മാർട്ട് വർക്ക്. മേ ബി ഇത് റെലവെൻ്റ് ആവാൻ കാരണം നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, അൺസർട്ടൺ ആണ്. ശരിക്കും പറഞ്ഞാൽ UPSC അൺപ്രഡിക്റ്റബിൾ ആണോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രോപ്പർലി പഠിച്ച ഒരാൾക്ക് ഇതിനെ ഭയങ്കര പ്രഡിക്റ്റബിൾ ആക്കാൻ പറ്റും. ഇതിൽ ശരിക്കും ഫസ്റ്റ് ഫേസ് പ്രിലിംസ് കുറച്ച് അൺസർട്ടൈൻ ആണ്. അത് അൺസർട്ടൈനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ടൈമിൽ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു, അത് 2 hours വരെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണ്. അത് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത്യാവശ്യം പ്രിപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് പ്രഡിക്റ്റബിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. മെയിൻസ് കുറച്ചും കൂടി പ്രഡിക്റ്റബിൾ ആണ്. അത് കുറച്ചുകൂടി റൈറ്റിംഗ് ആണ്, നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരിക എന്ന് പറയാൻ പറ്റും. ഒരു പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ ശരിക്കും നമുക്ക് മാർക്ക് ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതെല്ലാം മെയിൻസിൽ നമുക്ക് കുറച്ചും കൂടി പ്രോപ്പറായി വരാം. പക്ഷേ ഇതിന് കണ്ടീഷൻസ് ഉണ്ട്. ഇത് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. പ്രോപ്പർലി നമ്മളൊരു 1 year ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ലൈഫ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വളരെ പ്രഡിക്റ്റബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ഇതിന് ഡിസിപ്ലിൻ മസ്റ്റാണ്. ഓക്കെ. സോ ഹൗ ലീഡ് എങ്ങനെയാണ് ഇത് ഡിസിപ്ലിൻ കുട്ടികളിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുക? മേ ബി അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, ഓരോരുത്തരുടെ ഹാബിറ്റ് ആയിരിക്കാം, ചിലർക്ക് അതിനോട് ഹെസിറ്റേഷൻ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു എസ്പെഷ്യലി കോളേജ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് 1 year 2 year ഇതിന് സ്പെൻഡ് ചെയ്ത് കണ്ടിന്യൂസ്ലി ആ ഒരു പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ പോകുകയെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതെങ്ങനെയാണ് ഒരു അക്കാഡമി എന്ന നിലയിൽ ലീഡ് ഹാൻഡിൽ ചെയ്യുന്നത്? അങ്ങനെ കുട്ടികൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അക്കാഡമിക്ക് ഡിസിപ്ലിൻ ഉണ്ടാവണം. ഇപ്പോൾ അക്കാഡമിക്ക് ആദ്യം ഡിസിപ്ലിൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലാദ്യത്തെ കാര്യം. അത് നമ്മൾ ആദ്യം പറഞ്ഞത്, ഒരു കുട്ടിയുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഇവിടുത്തെ ഒരു ക്ലാസ്സിൻ്റെ ഷെഡ്യൂളുകൾ കൊടുക്കും. ഇന്ന ക്ലാസ്സുകളൊക്കെ ഇന്ന സമയത്ത് തീരും. അത് നമ്മുടെ അക്കാഡമിക് ഡിസിപ്ലിനാണ്. ഓരോ ക്ലാസ്സിൽ എന്താ ഡെലിവറി ചെയ്യുന്നുള്ള കാര്യങ്ങൾ കൊടുക്കും, എന്താണ് ഓരോ ദിവസം ചെയ്യേണ്ടതെന്നുള്ള ടാർഗറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ കുറച്ചും കൂടി നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫോമൽ, എനിക്കറിയാം ഒരു കറക്റ്റാണോ എന്ന് അറിയില്ല, എക്സൈൽ അതങ്ങനെ പറയുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സ്കൂൾ മോഡൽ പരിപാടിയാണ് ചെയ്യുന്നത്. അത് ഇവർക്ക് വലിയ ഫ്രീഡം ഒന്നും അക്കാഡമിക് ഫ്രീഡം ഇല്ല കാര്യമായിട്ട്. അതായത് ശരിക്കും അങ്ങനെയൊക്കെ റിസർച്ച് വിചാരിക്കാറുണ്ട്, നമുക്ക് കുറേ വായിക്കാം, കുറേ പഠിക്കാം, അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടൊരു സെറ്റപ്പാണ്. അതായത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടേതായ ടൈം ടേബിളും കാര്യങ്ങളൊന്നും വേണ്ട, എന്താണോ ഇവിടുന്ന് ഇരുന്ന് അത് പഠിക്കാം, എന്താണോ അന്ന് ചെയ്യാൻ പറയുന്നത് അത് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇതാണല്ലേ ട്രസ്റ്റ് പ്രോസസ്. ട്രസ്റ്റ് പ്രോസസ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്താണോ ഇവിടുന്ന് ഡെയിലി പറയുന്നത് അത് ചെയ്യാനുള്ള സമയമുള്ളൂ. അപ്പോൾ ആ ഡിസിപ്ലിനാണ് ശരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. അത് അവർ എത്രത്തോളം ഫോളോ ചെയ്യുന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഒബ്വിയസ്ലി ഈ എടുക്കുന്ന ആൾക്കാരുടെ കോമ്പറ്റൻസിയാണ്. അപ്പോൾ ഒരു കുട്ടി ഒരു ഫാക്കൽറ്റീനെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരാൾ കൊടുക്കുന്ന കാര്യം കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ട്രസ്റ്റ് വരണം ആളിലേക്ക്. ആ ട്രസ്റ്റ് വരുന്ന 2 ഫാക്ടേഴ്സിലാണ്. ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇയാൾ കോമ്പറ്റൻ്റ് ആയിരിക്കണം. ആ കുട്ടിക്ക് തോന്നണം ഞാൻ ഇയാളെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള കോമ്പറ്റൻസി ഒക്കെ ഉണ്ടായിരിക്കണം. കോമ്പറ്റൻസി മാത്രമായിട്ട് കാര്യമില്ല, അയാൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, അയാൾ അവൈലബിൾ ആയിരിക്കണം, പോസിബിൾ ആയിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം. അതും കൂടി വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഈ കോമ്പറ്റൻസിയും ഈ പറഞ്ഞ കമ്മിറ്റ്മെൻറ്റും കൂടി ചേരുമ്പോഴാണ് ആ ട്രസ്റ്റ് അവിടെ ഡെവലപ്പ് ആവുക. ആ ട്രസ്റ്റ് കുട്ടിക്ക് വരുമ്പോൾ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അക്കാഡമിക് ഡിസിപ്ലിൻ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. പിന്നെ മാത്രമല്ല നമുക്ക് ഒരു റിഗ്രസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെങ്കിലും അതിനിടയിൽ അവർക്ക് ചില റിലാക്സേഷൻ കമ്പോണൻസ് നമ്മൾ ഇവിടെ പറഞ്ഞ ഓണം സെലിബ്രേഷൻസ് ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, അത്രയും കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം പോകും. അപ്പോൾ ഒരു സ്ട്രെസ് ബ്രേക്കർ ആയിട്ടുള്ള കാര്യങ്ങൾ വരും. പിന്നെ ഭയങ്കര ഇൻഫോർമലാണ്. ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രം സെലിബ്രേഷൻസ് ഷെഡ്യൂൾഡ് ആണ്. അതും ഷെഡ്യൂളായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഒരു സ്കൂൾ മോഡൽ ട്രെയിനിങ് ആണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ക്ലാസ് റൂമിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടി കോളേജ് മോഡലായിരിക്കും. കാരണം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. ഇപ്പോൾ ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫാക്കൽറ്റീസും കുട്ടികളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ് അവരെ പറ്റും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ സംസാരിക്കുന്നതിനെ പറ്റും. അപ്പോൾ അവർ അവിടെ ഭയങ്കര ഇൻഫോർമലാണ്. പക്ഷേ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഭയങ്കര ഒരു റിഗ്രസ് ടൈമും പ്ലാനും നമുക്കുണ്ട്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻഫോർമലാണ്, കുറച്ചുകൂടി ജോവിയലാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ബ്ലെൻഡ് കീപ്പ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മിക്സഡ് എക്കോണമി എന്നൊക്കെ പറയുന്ന പോലെ ഫോമൽ, ഇൻഫോമൽ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്, ഇൻഫോമൽ ആയിട്ടുള്ള ഇതിലേക്ക് അതിൻ്റെ ഒരു ബ്ലെൻഡാണ് ലീഡ് എടുത്തിരിക്കുന്നത്. എക്സാക്ട്ലി, അത് ഭയങ്കരമാണ്. പക്ഷേ both of them actually complements each other. I think
ആൻഡ് മേ ബി ദാറ്റ്സ് വൈ ഇറ്റ്സ് ആൻ എക്കോസിസ്റ്റം. എക്സാക്ട്, അതാണ് അതിൻ്റെ കറക്റ്റ് സാധനം. അതായത് ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകുന്ന പോലെ ആയിരിക്കില്ല, അപ്പോൾ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഞാൻ പുറത്തിറങ്ങി ബിഹേവ് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയിരിക്കും. ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ നമ്മളൊരു പക്ക ട്രെയിനറാണ്, നമ്മളവിടെ ക്ലാസ്സിൽ എന്താണോ പറയേണ്ടത് പറയുന്നു, പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ ആ രീതിയിൽ അത്ര ഒരു ഭയങ്കര ലൂസ് ടോക്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ അക്കാഡമിക് ആയിരിക്കും. പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് പേർക്ക് ഒരു എൽഡർ ആസ്പിരൻറ്റിനെ പോലെ നമ്മളെ സമീപിക്കാം, കാര്യങ്ങൾ പറയും, ഒന്ന് റിലാക്സ് ആവും. അതാണ് ഇത് ഇവിടെ മൊത്തത്തിലൊരു ട്രെൻഡാണ്. അപ്പോൾ അത് നമ്മൾ ഭയങ്കര എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഇൻസ്റ്റൻസിലായിരിക്കും നെവിൻ ഒരു റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, GS കോട്ട് ചെയ്തത് സാറിൻ്റെ ഒരു എക്സാമ്പിൾ, ചായ കുടിക്കുന്ന സമയത്ത് സാർ ഷെയർ ചെയ്ത ഒരു എക്സാമ്പിളാണെന്ന് പറഞ്ഞിട്ട്. ആ ഇൻസിഡൻ്റ് ഒന്ന് അല്ല, അത് നമ്മളിങ്ങനെ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചായക്കടകളിലൊക്കെ ഇത്തരത്തിലുള്ള കോൺവെർസേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കാണുന്ന സമയത്ത് കണ്ടില്ല, ഈ സ്കൂട്ടർ എന്താണ് ഇത് കാരണമാണ് സ്ത്രീകൾക്ക് മൊബിലിറ്റി പെട്ടെന്ന് കിട്ടിയത്, കാരണം കിക്ക് ക്രെഡിറ്റ് സ്റ്റാർട്ട് ആക്കണ്ട. അപ്പം പറഞ്ഞു വെറുതെ കടന്ന് തള്ളേണ്ടത്, അവർ തള്ളുന്നില്ല, സീരിയസ് വാലിഡ് വിമൺ എംപവർമെന്റ് സാധനമാണ്. അപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ ശരി, ഇത് നോർമൽ കോൺവെർസേഷൻ വന്ന സാധനമാണ്, വിച്ച് ഇസ് നൈസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ, അപ്പോൾ അങ്ങനെ കുറേ ഇൻട്രാക്ഷൻസ് അതിനുള്ള നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഈ ഒരു ഇതിൻ്റെ എല്ലാം ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്, കുട്ടികൾ റിസൾട്ട് വാങ്ങിക്കുക, പാസ്സാവുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇവരെ നമ്മൾ ഭയങ്കര ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ടൈറ്റായിട്ട് ഷെഡ്യൂൾ ഫോളോ ചെയ്യണം, ഡിഫിക്കൽട്ടാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത്രയും ടൈറ്റായിട്ട് ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇവർ മെൻ്റലി ട്രെയിൻഡ് ആവും, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ബ്ലെൻഡ് അവിടെ കീപ്പ് ചെയ്യുന്നു, അവിടെയാണ് സക്സസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം കോമ്പറ്റൻസിയും അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു ബ്ലെൻഡ് കീപ്പ് ചെയ്യലുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. ഒരേ സമയം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ്ങും ട്രെയിനിങ്ങും കാര്യങ്ങളും റിഗ്രസ് ആണ്, അതേസമയം അവിടെ ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹോംലി ഫീൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇത്ര നേരത്തെ കോൺവെർസേഷൻ നോക്കുകയാണെങ്കിൽ ലീഡ് ഒരു ഡിമാർക്കേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സെഷൻസ് വരുമ്പോൾ എക്സാം ഓറിയൻറ്റഡ് സെഷനാണോ കോണ്ടൻറ്റ് ഡ്രിവൺ സെഷനാണോ നോക്കുന്നുണ്ട്, മേ ബി സബ്ജക്റ്റ് എക്സ്പേർട്ട് ആണോ എക്സാം എക്സ്പേർട്ട് ആണോ എന്ന് നോക്കുന്നുണ്ട്. സോ വൈ ദിസ് ഡിമാർക്കേഷൻ? ഇത് ശരിക്കും അതിൻ്റെ ബ്ലെൻഡ് ആണോ ശരിക്കും ലീഡിൽ ഫോളോ ചെയ്യുന്നത്, അതോ വൈ ഇസ് ദിസ് ഡിഫറൻസിയേഷൻ കെപ്റ്റ് അലൈവ്? അങ്ങനെ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ നമുക്കില്ല. ഓക്കെ, ചെറിയ രീതിയിൽ അതുണ്ട്, ഇല്ലാതെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ അവർ മെയിൻലി സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ്, അതേസമയം അവർക്ക് അവരുടെ എക്സാമിൽ അവരുടെ സബ്ജക്റ്റിൽ ഭയങ്കര എക്സാം കോമ്പറ്റൻസി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ എക്കണോമി പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റി ശ്രീ സാറിന് എക്കണോമി സബ്ജക്റ്റിൽ ഭയങ്കര സബ്ജക്റ്റ് എക്സ്പേർട്സും ഉണ്ടായിരിക്കും, എക്കണോമി സബ്ജക്റ്റിൽ അതേസമയം എക്സാം എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് ക്ലാസ്സുകൾ എടുക്കുക. അതേസമയം ഇവർക്ക് മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിരിക്കില്ല, പക്ഷെ ഒരു ജനറലി എല്ലാ ഫേസസിലും എക്സാം എക്സ്പേർട്സ് ആയിരിക്കും. അപ്പോൾ അവർക്കിപ്പോൾ ഭയങ്കരമായിട്ട് എക്കണോമി അറിഞ്ഞോളുന്നില്ല, പക്ഷേ എക്സാമിന് വേണ്ട എക്കണോമി അവർക്ക് അറിയാം, ജോഗ്രഫി അറിയാം, ഹിസ്റ്ററി അറിയാം, അതിൻ്റെ എല്ലാ എക്സാം എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിമാർക്കേഷൻ നമുക്കുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനാവട്ടെ, ഇവിടുത്തെ ഡയറക്ടേഴ്സ്, ഇപ്പോൾ ഞാനാവട്ടെ, അൻഡുവാവട്ടെ, ഞാൻ എന്തായാലും കുറച്ച് എക്സാം എക്സ്പേർട്ട് കാറ്റഗറി ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാറില്ല. പക്ഷേ അതേസമയം നമ്മൾ പ്രിലിംസിൻ്റെ ട്രെയിനിങ് സെഷൻസ് കൊടുക്കും, മെയിൻസിൻ്റെ കൊടുക്കും, ഇൻ്റർവ്യൂവിന് കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ളതിനാണ് PYQ ബേസ്ഡുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഡിമാർക്കേഷൻ ഉണ്ട്, സ്ലൈറ്റ്ലി ഉണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ കണക്കാക്കിയിട്ടുള്ള മെൻറ്റേഴ്സും അതുപോലെ ഡയറക്ടേഴ്സും എക്സാം എക്സ്പേർട്സിൽ വരുന്നു. അതേസമയം ഫാക്കൽറ്റീസ് കുറച്ചും കൂടി സബ്ജക്റ്റ് എക്സ്പേർട്സും കൂടുതലുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ ഒരു സിസ്റ്റം ഡിവൈസ് ചെയ്തിരിക്കുന്നത്. ലീഡിൻ്റെ പല ടോപ്പേഴ്സിൻ്റെയും വീഡിയോസോ ഇൻ്റർവ്യൂസോ കാണുമ്പോൾ നമുക്കൊരു കോമൺ പോയിൻ്റ് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു സെൽഫ് അവെയർനെസ് ഉണ്ട്, അവരുടെ വീക്ക് പോയിൻ്റ് എവിടെയാണ്, അവരുടെ സ്ട്രോങ് പോയിൻ്റ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ അവർ പലപ്പോഴും പറയുന്നത് ഇവിടെ വന്നിട്ട് കൺസിസ്റ്റൻ്റ്ലി സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, മേ ബി അത് ഡെയിലി ആൻസർ റൈറ്റിംഗ് ആവാം, മേ ബി കൺസിസ്റ്റൻ്റ്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു, ടെസ്റ്റിന് അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ആവാം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് റാങ്ക് ലിസ്റ്റ് ഫോർ മെയിൻ സ്കില്ലർ അതാവാം. അപ്പം ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ കൊടുത്താണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ വീക്ക് പോയിൻ്റ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതാണല്ലോ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ എംപവറിങ് ടോപ്പേഴ്സ് എന്ന് പറയുന്നത് ഇസ് ഇറ്റ് പാർട്ട് ഓഫ് ദ വിഷൻ ഓഫ് ലീഡ് IAS ഓർ ഇസ് ഇറ്റ് അതങ്ങനെ ബൈ പ്രോഡക്റ്റായി വരുന്നതാണോ? അതായത് ശരിക്കും നമ്മളൊരു ട്രെയിനിങ്ങിൽ ചെയ്യുന്നത് എംപവർമെൻ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ടോപ്പേഴ്സ്, സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ ശരിക്കും എംപവർ ചെയ്തിട്ട് അവർ നമ്മൾ ടോപ്പറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിലൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പാരാമീറ്ററാണ് സെൽഫ് അവെയർനെസ്. അതായത് ഒരു കുട്ടിയെ എത്രത്തോളം സ്വയം അവെയറാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു ട്രെയിനറുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അതായത് ആ കുട്ടിക്ക് അറിയണം, ആ കുട്ടി പ്രിലിംസ് എക്സാമിനേഷന് മുന്നേ അറിയാൻ പറ്റണം, എനിക്ക് ഇന്ന ഏരിയാസിൽ ഞാൻ സ്ട്രോങ് ആണ്, ഇവിടെ ഞാൻ ഭയങ്കര ഷാർപ്പാണ്, ഇപ്പോൾ ഇന്ന സബ്ജക്ട്സ് ഞാൻ ഷാർപ്പാണ്, ഇന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഷാർപ്പാണ്. അതേസമയം എനിക്ക് ചില വീക്ക്നെസ്സസ് ഉണ്ട്, ആ വീക്ക്നെസ് നമ്മൾ ഓവർകം ചെയ്യാൻ മാക്സിമം നോക്കിയിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ചില വീക്ക് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ വീക്ക് പോയിൻറ്റ്സ് എക്സാമിൻ്റെ മെയിൻ ഡിമാൻഡ് ചെയ്യാത്ത കാര്യത്തിലായിരിക്കും
സെറ്റ് ആ വീക്ക് പോയിന്റ്സ് ഉണ്ടായിരിക്കേണ്ടത്. നമുക്കിപ്പോൾ ഒരു കോഴ്സ് ഒരു പൊളിറ്റിയിലൊക്കെ വീക്ക് ആക്കാൻ പറ്റില്ല. പക്ഷേ മെഡീവലിസ്റ്റിയുടെ കുറച്ച് പാർട്ടുകൾ എന്ത് ചെയ്യാം, വീക്ക് പോയിന്റ് ആക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ പൊളിറ്റിയിലും ചില ഭാഗങ്ങൾ വീക്ക് പോയിന്റ് ആക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ വീക്ക് പോയിന്റ് അവരുടെ സക്സസ് റേഷനെ ബാധിക്കാത്ത തരത്തിലായിരിക്കണം. ആ രീതിയിൽ അവർ സെൽഫ് അവെയർ ആയിരിക്കണം. സെയിം ഫോർ മെയിൻസ്. അപ്പോൾ ആ കുട്ടികളെ സെൽഫ് അവെയർ ആക്കുക എന്നുള്ളതാണ് ശരിക്കും പ്രോസസ്സിൽ ഉദ്ദേശിക്കുന്നൊരു കാര്യം. അങ്ങനെ അവർ സ്വന്തം വീക്ക്നെസ്സും സ്ട്രെങ്ത്തും പ്രോപ്പറായി മനസ്സിലാക്കുകയും വീക്ക്നെസ്സിനെ എക്സാം ഫെയിലിയർ ആവുന്നതിന് കാരണമാവാണ്ടിരിക്കുകയും സ്ട്രെങ്ത്ത് വെച്ചിട്ട് എക്സാം മറികടക്കാൻ ചെയ്യും വരുമ്പോഴാണ് ശരിക്കും ഒരു ടോപ്പർ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു അവെയർനെസ് ജനറേറ്റിംഗ് പ്രോസസ്സാണ് ഒബ്വിയസ്ലി നമ്മുടെ കോഴ്സ്. അതുകൊണ്ടാണ് ഈ സാധനത്തെ നമുക്ക് യൂണിവേഴ്സിറ്റി സെറ്റ് ചെയ്യാൻ പറ്റാത്തത്. കാരണം ഓരോ കുട്ടികൾക്ക് ഓരോ പോലെ ഇരിക്കും. ഇപ്പോൾ എ എന്ന് പറയുന്ന കുട്ടിയുടെ പോലെ ഇരിക്കില്ല ബി ആക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അഫ്നാൻ്റെ പോലെ ആയിരിക്കില്ല വിഷ്ണുവിൻ്റെ സ്റ്റൈൽ ഉണ്ടായിരിക്കുക, അതായിരിക്കില്ല ദേവിൻ്റെ ഉണ്ടായിരിക്കുക, കുറച്ച് കോമൺ ത്രെഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ട്രെയിനറുടെ സ്കില്ലാണ്. അപ്പോൾ അത്തരത്തിലാണ് ശരിക്കും നമ്മൾ ഈ സാധനം ഡിവൈസ് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന എല്ലാ ട്രെയിനേഴ്സിനും സ്കിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. സോ ഇല്ല, അപ്പം ട്രെയിനേഴ്സിനാണെങ്കിലും ഫാക്കൽറ്റിക്കാണെങ്കിലും ഐ തിങ്ക് ഓൾ ഓഫ് ദം ഹാവ് ടു മൂവ് ഇൻ വൺ യൂണിഫോം ലൈൻ, റൈറ്റ്? അപ്പോൾ അതിന് ലീഡിൻ്റെ ഭാഗത്തുനിന്ന് എഫേർട്ട് വരുന്നുണ്ടോ? ഒബ്വിയസ്ലി. ഇവിടെ ഞാൻ വേറെ പറഞ്ഞല്ലോ, ഈ ചില ആസ്പെക്ട്സിൽ ഫ്രീഡം ഭയങ്കര കുറവാണ്. അതിപ്പോൾ ഇപ്പോൾ ഞാൻ ഡയറക്ടറാണ്, എനിക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു സിസ്റ്റമാറ്റിക് ആയ സാധനം ഇവിടെ ഉണ്ട്. അത് എല്ലാ ഫാക്കൽറ്റീസിനുണ്ട്, മെൻറ്റേഴ്സിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് നമ്മളിവിടെ ജനറേറ്റ് ചെയ്തൊരു കളക്റ്റീവ് വിസ്ഡാണ്. അതിന് അനുസരിച്ച് മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെല്ലാവരും ഈക്വലി അലൈൻഡ് ആണ്. അപ്പോൾ എല്ലാത്തിനും മുകളിൽ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് മുകളിൽ ആരുമില്ല. ആ സിസ്റ്റത്തിന് ഒബേ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay, so finally you are giving the credit to the system. എക്സാക്ട്ലി, സിസ്റ്റമാണ് ക്രെഡിറ്റ്, സിസ്റ്റത്തിലാണ് ക്രെഡിറ്റ്. Lead IAS, #1 IAS Academy in Kerala.